കൊച്ചു കച്ചവടങ്ങളും കലാരൂപങ്ങളും പ്രത്യക്ഷപ്പെടുകയും അത് പാട്ടങ്ങാടിയായി മാറുകയും ചെയ്തു. വർഷത്തിലൊരിക്കൽ വരുന്ന പാട്ടങ്ങാടിയിൽ ജാതിമതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ ഒത്തുകൂടി. വഴിയോര വാണിഭങ്ങളും കൺകെട്ട് വിദ്യകളും നടന്നിരുന്ന പാട്ടങ്ങാടി കാലം പുരോഗമിച്ചപ്പോൾ കാർണിവല്ലുകളുടെയും കമ്പോളങ്ങളുടെയും പറുദീസയായി മാറി. ആ കാലത്തും ഏറനാട്ടിൽ വെള്ളരി നാടകങ്ങൾ രൂപം കൊണ്ടിരുന്നു. ഏറെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു അന്നത്തെ കലയുടെ പാത. അത് തരണം ചെയ്ത് മുന്നേറാൻ നമ്മുടെ പിന്മുറക്കാർക്ക് വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിലമ്പൂർ ബാലന്റെയും നിലമ്പൂർ ആയിഷയുടെയും നേതൃത്വത്തിൽ ഇ.കെ. അയമോവിന്റെ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യുവജന കലാസമിതി രൂപം കൊണ്ടു. അങ്ങനെ നിലമ്പൂരിന്റെയും നിലമ്പൂരിന്റെ കലാസമിതികളെയും പുറം ലോകം അറിയാൻ തുടങ്ങി. പൈതൃകത്തെയും സംസ്കാരത്തെയും സ്മരിക്കുന്ന ഭരണാധികാരി എന്നും നിലമ്പൂരിന്റെ ഭാഗ്യമാണ്. വ്യാപാരികളെയും ജനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് 5 വർഷക്കാലം നിലമ്പൂർ പാട്ടിന്റെ പ്രസിദ്ധിക്കും പ്രൗഢിക്കും മാറ്റുകൂട്ടാൻ നമുക്കായി. ഇന്ന് നമ്മൾ കാണുന്ന വർണ്ണശബളമായ നിലമ്പൂർ പാട്ടിന്റെ യശസ്സും അതുതന്നെയാണ്. ഏറനാടിന്റെ ജനഹൃദയങ്ങളിൽ എന്നും സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിത്ത് വിതച്ച് സ്വർണ്ണ വ്യാപാര രംഗത്ത് തലയുയർത്തി നിൽക്കുന്നവരാണ് കാളത്തൂട്ടുകാരൻ മഹാറാണി ഗ്രൂപ്പ്. 19 വർഷക്കാലം നിലമ്പൂരിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നടന്നുവരുന്ന നിലമ്പൂർ പാട്ടിന്റെ ഭാഗമായ ടൂറിസം ഫെസ്റ്റിവലിൽ പ്രധാന പങ്കുവഹിക്കാൻ കാളത്തൂട്ടുകാരൻ മഹാറാണി ഗ്രൂപ്പിന് സാധിച്ചു. 2001 ചിങ്ങപ്പുലരിയിൽ ഗോൾഡ് പാർക്ക് എന്ന വിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിൽ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനഹൃദയങ്ങൾ നിറഞ്ഞു കവിഞ്ഞ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. ഓരോ വർഷവും വിവിധതരം